ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ടു ഗെയിം ലോക്കേഴ്സ് ന്യൂ വീഡിയോ. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഗൈസ് ഗോസ്റ്റ്. അപ്പോൾ ഇത് ഗോസ്റ്റിൻ്റെ 4th പാർട്ടാണ് അല്ലേ? ആദ്യ ഗെയിമാണ് ഫോർത്ത് പാർട്ടാണ്. അപ്പം നമ്മൾ നേരെ നമുക്ക് അന്നേരം കളി തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ വീഡിയോ ഡിലേ ആയതിൻ്റെ കാരണമാണ് പറയാം ഗൈസ്. നമ്മൾ കുറച്ച് വീഡിയോ ഡിലേ ആയി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പരീക്ഷയൊക്കെ നടക്കുകയാണ് ഗൈസ്, അതുകൊണ്ടാണ് നമ്മളെ വീഡിയോ ഡിലേ ആവുന്നത്. ഇനിയിപ്പം ടപ്പ നമ്മളെ ഗോസ്റ്റിൻ്റെയോ അല്ലാതെ മറ്റേ ഗെയിംസിൻ്റെ എല്ലാം വീഡിയോസ് ടപ്പ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ടപ്പ ചാവുന്നതായിരിക്കും ഗൈസ് നമ്മൾ. അപ്പോൾ സ്റ്റാർട്ട് ദി ഗെയിം ഗൈസ്. നമുക്ക് സമയം കളയണ്ട, നമ്മൾ ഗെയിം ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കളിക്കാൻ നമ്മുടെ ആദി ഗെയിമർ ഈസ് ഹിയർ ഗൈസ്. ആദി ഗെയിമർ ഈസ് ഹിയർ. അപ്പോൾ നമുക്ക് കളി ഉടനെയാണ് തുടങ്ങാം ഗൈസ്. കളി ലോഡാവിച്ച പ്രശ്നം, നമ്മൾ കുറേ നാളായില്ലേ ഗൈസ് കളിച്ചിട്ട് ഈ ഗെയിം, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ലോഡാവാൻ പ്രശ്നം. സിന്തൈസിങ് ഡേറ്റ ഓക്കെ ഗൈസ്, സെറ്റ് ആയിട്ടുണ്ട്. അപ്പം റൂംസിൽ പോകാം നമുക്ക്. റൂംസ് ഓക്കെ. നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഗൈസ്. നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ചാണ് തുടങ്ങുന്നത്. നമ്മൾ തോറ്റു പോയതാണ് ഹോസ്പിറ്റലിൽ. നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇന്ന് ഹോസ്പിറ്റലിലോട്ട് വന്നേക്കുവാണ് ഗൈസ്. നമുക്ക് ഈ കളിയിലെങ്കിലും ജയിക്കണം. അപ്പോൾ നമുക്ക് നേരെ എച്ച് വെച്ച് ഐശ്വര്യമായി അങ്ങ് തുടങ്ങിക്കളയാം. കൺഫേം. ഒരു പ്ലെയറിലേ ഉള്ളൂ ഗൈസ്. ഒരു പ്ലെയർ ഓക്കെ. 2 പ്ലെയർ ക്രിയേറ്റ് ഗൈസ്. നമ്മളെ ഗെയിമർ നമ്മളുടെ ഉണ്ട് ഗൈസ്. ഫസ്റ്റ് നമ്മൾ ജയിക്കാനുള്ള പുറപ്പാടാണ്. നമ്മൾ ജയിച്ചിട്ട് കളിയിൽ വരുത്തോളൂ. നമ്മൾ ജയിക്കും, അതാണ് നമ്മളിന്ന് പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ കളി അറിയാമല്ലോ ഗൈസ്, ഞാനവിടെ ലോക്കായിരുന്നു. ഗെയിമറിൻ്റെ പാട്ടിന് പോയി, ഞാൻ എൻ്റെ പാട്ടിന് പോയില്ല ഗൈസ്. ഞാൻ അവിടെ നിന്ന് ചത്ത്. ഗെയിമറുടെ പാട്ടിന് പോയി എങ്ങോട്ടാണ് നിങ്ങൾക്ക് അറിയാമോ? ചത്ത് പോയി ഗൈസ്. ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ നേരെ പോയി. ആത്മാവൊക്കെ ഇന്ന് പോകുന്നു, നോക്കിയോ ഗൈസ്. അപ്പോൾ നമ്മളെ പാർട്ട് 4 ഇന്ന് ഇവിടെ വെച്ച് തുടങ്ങുവാണ് ഗൈസ്. നമ്മളെ ഗോസ്റ്റിൻ്റെ കുറച്ച് അത്യാവശ്യം ഗെയിം സൗണ്ട് ഇല്ല, നമ്മൾ കുറച്ച് കഴിഞ്ഞ് കൂട്ടിയേക്കാം. ഓക്കെ, ഇത്രയും മതി ഗെയിം സൗണ്ട്. നമുക്ക് നേരെ വ്യാനിനകത്ത് കയറി രക്ഷപ്പെടാം. പറഞ്ഞത് സാധനങ്ങൾ ഗൈസ്. നമ്മൾ വീല് 4 ബാറ്ററി ഒരെണ്ണം, അറിയാമല്ലോ, ഫ്യൂവൽ ഒരെണ്ണം, കീ ഒരെണ്ണം. ഗെയിമറെ തുടങ്ങിയാലോ? അടങ്ങിയിരിക്കണേ, ശബ്ദമൊന്നും ഉണ്ടാക്കല്ലേ. ഓക്കെ ഗൈസ്, തുറന്ന് ഗൈസ്. ഈ ഗെയിം സൗണ്ട് കൊള്ളാൻ കുറച്ച് ഗെയിം സൗണ്ട് ആവശ്യമില്ല. ഓക്കെ ഗൈസ്, ഗെയിമർ ഇവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്. ഗെയിം സൗണ്ട് ഓക്കെ. നമുക്ക് ഇങ്ങോട്ട് ഉണ്ട്, നമുക്ക് ഓരോ സ്ഥലവും കവർ ചെയ്തോണം കേട്ടാ ഗെയിമറെ. എണീര് വാ പോവാം. കൈ ടോർച്ച് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഓക്കെ. ടോർച്ച് കൈ തന്നിട്ടുണ്ട്. നിങ്ങൾ ടോർച്ച് മാക്സിമം യൂസ് ചെയ്യുക ഗൈസ്. ടോർച്ച് മാക്സിമം യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗെയിം കളിക്കുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ ടോർച്ച് നമ്മളെ കയ്യിൽ തന്നെ കാണണം. ടോർച്ച് നമ്മളെ കയ്യിലില്ലെങ്കിൽ പ്രേതം എപ്പം വേണമെങ്കിലും നമ്മളെ സാനിറ്റി കാര്യങ്ങളൊക്കെ ചിലപ്പം ലോ ആവാൻ. കൊണ്ടുവരേണ്ട പണികളോ? ഓക്കെ, നമുക്ക് ഇവിടെയൊക്കെ കറക്റ്റായിട്ട് നോക്കണം. നമ്മൾ ഗൈസ് ഇതേപോലത്തെ ഹൊറർ ഗെയിംസ് തുടങ്ങി വരുന്നതായിരിക്കും. മൾട്ടി പ്ലെയർ കേട്ടോ ഗ്ലൈസ് അല്ല ഗൈസ്. ഓക്കെ, തെറ്റിപ്പോയി. പോവാം ഗൈസ്. നമുക്ക് ഡിലേ ആയത് പരീക്ഷ കാരണമാണ് ഗൈസ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമുക്കിനി ഇങ്ങോട്ട് കയറാം. ഇത് ഇവിടുത്തെ ക്യാഫിറ്റേരിയ ആണ് ഗൈസ്. ക്യാഫിറ്റേരിയ കൊള്ളാം. ഫുഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിച്ചിട്ട് പോവാം. ഗെയിമറെ ഫുഡ് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ കഴിച്ചിട്ടൊക്കെ പോകാനുള്ള സെറ്റപ്പ് നോക്കാം. ഓക്കെ ഗൈസ്, പോയില്ല ഗെയിമറെ ജെംസ് കെയർ ഇഷ്ടമുള്ള കാര്യമാണ്. ജെംസ് കെയർ വേണം. ഇങ്ങോട്ടോ. ഓക്കെ, ഇങ്ങോട്ട് ഭൂതം. നമുക്ക് ഓരോ വഴിയും ഭാഗ്യം ഈ ഡോറോടെ കേട്ടോ. കവർ ചെയ്തോണം ഓരോ സ്ഥലവും. ഓക്കെ, അവരെന്തായാലും കേട്ടു. നമുക്ക് വിഷയമില്ല, നമുക്കതൊന്നും ഒരു വിഷയമല്ല. അപ്പം നമുക്ക് ആ വട്ടം കണ്ടിരുന്നുണ്ട്, കാണാൻ വരുന്നുണ്ട്. ആ വട്ടം കണ്ടോ? ആ വട്ടത്തിനടുത്ത് നമുക്ക് നേരെ ഇട്ടാൽ മതി. നമുക്ക് നേരെ ആ വട്ടത്തിനടുത്തോട്ട് ഈ വഴിയാണ് വട്ടത്തിനടുത്തോട്ട് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ പ്രേതം ഉണ്ടാകും, നല്ല ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഇതേപോലത്തെ ഐറ്റംസ് ഇരിക്കുന്നിടത്താണ് പ്രേതം നിൽക്കുന്നത്. കാരണം നമ്മുടെ അറിയാം നമ്മളവിടെ പോകുമെന്ന് ചിലപ്പോൾ അവിടെ പോകാൻ ചാൻസ് ഉണ്ട്. അവിടെ കൂട്ടി വെച്ചിരുന്നു. നോ വേ. ഓക്കെ, വേണ്ട, പേടിപ്പിക്കലും ഗെയിമറെ. അതാ പറയുന്നത്. അതെ, ഫസ്റ്റ് ഞാൻ തൊട്ടുകൊടുക്കല്ലേ. അതിൻ്റെ ആവശ്യമില്ല.
വാ പേടിയാണ് പേടിക്കണ്ട പേടിച്ചാൽ പ്രേതം കൊണ്ടുപോകും. ഇത് കാർക്കിയാണോ? 60 വാൻ. അല്ല ശബ്ദം കേട്ടോ? നിങ്ങൾ ശബ്ദം കേട്ടോന്ന് അറിയാൻ വയ്യ. റെക്കോർഡായി കാണുമോ? ആയിരിക്കാം. നമുക്ക് നേരെ പോകാം. പ്രേതം ഉണ്ടെങ്കിൽ നമ്മൾ പിടിക്കും. പ്രേതത്തിനെ കണ്ട ഉടനെ നമ്മൾ കണ്ടം വഴി നമുക്ക് ഓടിക്കണം. വേണ്ട, നമുക്ക് സ്ക്രീൻ സൗണ്ട് കുറച്ച് കൊടുത്തിട്ടേക്കാം. നല്ലതല്ല ഗൈസ്, ഒരിക്കലും നല്ലതല്ലത്. ടോർച്ച് അണയുന്നത് അതാണ് എനിക്ക് ബ്ലൂ കീ വേണം ഇത് തുറക്കാൻ. ബ്ലൂ കീ ഉണ്ടോ? പിന്നെ അടങ്ങും. വാ, നമുക്ക് ഈ വഴി പോവാം. കുഴപ്പമില്ല, എൻ്റെ ഇഷ്ടത്തിന്. അല്ല, നമുക്കിവിടെ നിൽക്കാനാണ്. കൊച്ചുകേരി കടിച്ചു തിന്നതൊന്നുമില്ല. ഞാൻ ഈ വഴി വേറെ ഒരു വഴിക്കൊന്ന് ഇറങ്ങി. വാ ഗെയിമറെ, ഞാൻ ഇവിടെ ഈ വഴിയിൽ ഗെയിമറെ ഇവിടെ കുറേ ഗെയിമർ അതിലേക്കൂടെ ആ ചെറിയ വഴിക്ക് ഇറങ്ങി. അതാണ്ടേ ഇവിടെ ഇരിക്കുന്ന എന്താണ്? സ്വർണ്ണപ്പെട്ടിയാണ് ഗൈസ്. ഇത് തുറക്കാൻ ഇനി ലോക്ക് പിക്ക് വേണം. അത് കൊള്ളാല്ലേ? ലോക്ക് പിക്ക് വേണം, അതാ പറഞ്ഞ. ബാ അതിലേക്കൂടെ ഇറങ്ങി. അടുത്ത സാധനം കണ്ടുപിടിക്കാം. ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ ഗൈസ്, നമുക്കിനി അടുത്ത സാധനം കണ്ടുപിടിക്കാം. ശരി, അതാരെ അടച്ചതെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. സംതിങ് ഫിഷ്. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ ഈ വഴി ചെന്ന് ഇവിടെ ഇറങ്ങുമ്പം ഈ വഴി വന്ന് ഇവിടെ ഇറങ്ങണം. ബ്ലൂ കീ വേണം. ബ്ലൂ കീ എവിടെ കിട്ടും? ഓക്കെ, കൊള്ളായിരുന്നു. ചിരിച്ചൊന്ന് ചിരിച്ചെടുത്തേക്കാം. കൊള്ളാം. ബാബാ നേരെ നമുക്ക് ഇതുവഴി ഇറങ്ങി ഇതുവഴി പോകാം. അയ്യോ, അപ്പോൾ ഇത് എവിടെ ഇത് ഗൈസ്? ഇവിടെ തിന്നുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. അല്ല, ട്രാഫിക് ഏരിയ അല്ല. ഗെയിമർ എന്ത് ചെയ്യേ? ഈ നമുക്ക് ഇതിനകത്ത് ലോക്ക് പിക്ക് കണ്ടുപിടിക്കണം. കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാം. റിവൈവ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് നോക്ക് മാക്സിമം. ഗെയിമറെ ഇവിടുന്ന് പൊയ്ക്കോ. സീനാണ് അവിടെ നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ പ്രേതമുണ്ട് ഗൈസ്. എന്നെ പിടിച്ച് ഗൈസ്. ഗെയിമറിനെ പിടിക്കുന്ന വിചാരിച്ചു, ഇപ്പം എന്നെ പിടിച്ച്. കുഴപ്പമില്ല. ഗെയിമർ ഇനി എങ്ങനെയാ കളിക്കുന്നോ? ഓക്കെ, ഞാൻ ചത്താവാറായി. നിന്റെ ബാക്കി പ്രേതം ഫ്രണ്ടി നോക്ക്. ടോർച്ച് അടിക്കുന്ന സീൻ. ടോർച്ച് അടിച്ചോക്കെ എണീപ്പിച്ചാ? എങ്ങനെ എണീപ്പിച്ച്? നേരെ വാ. ഓക്കെ, സെറ്റ്. അത് തന്നെ, അപ്പൂസ് കൂടെ ഉണ്ടല്ലേ പ്രേതനെ കൊല്ലാൻ പറ്റണം ഗൈസ്. ഇവിടെ നമുക്ക് ഓർഡർ ചെയ്യാൻ കാര്യങ്ങളും. ചേട്ടാ, നമുക്കൊരു ഫ്രഞ്ച് ഫ്രൈസ്, ഒരു ബർഗറും വേണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്നും ഉണ്ടാക്കി തന്നേക്കണേ. റെഡ് കീ. ഓക്കെ, നമുക്ക് ബ്ലൂ കീ. ഗ്രീൻ കീ ഒന്നും നമുക്ക് യെസ് ഗൈസ്, നമുക്ക് അങ്ങോട്ട് ആ റൂമിലോട്ട് പോയി നോക്കാം. ഈ പ്രേതം നമ്മളെ പിടിക്കുന്നത് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രേതം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും. സ്ലെൻഡറീന, കറക്റ്റ് സ്ലെൻഡറീനയാണ് ഗൈസ്. നമ്മളെ നേരത്തെ റെഡ് കീ ഇടുന്നില്ലായിരുന്നാ? റെഡ് കീ നീ എടുത്താ? മരിച്ചു വീണ സ്ഥലം എവിടാ? മരിച്ചു വീണ സ്ഥലം പിടിച്ചോ? കൊന്നുകൊണ്ട് പോയേ.
പ്ലീസ് അവിടെ പോന്ന് റിവേൽ വന്ന് കഷ്ടമുണ്ട് ഞാൻ മരിക്കും അതുകൊണ്ട് ഒന്ന് റിവേൽ അല്ല റിവേൽ അങ്ങനെ തന്നെ പെട്ടെന്ന് റിവൈവ് ആക്കാം. അത് എണീറ്റ് കഴിഞ്ഞ ഉടനെ നമ്മുടെ ടോർച്ച് താഴോട്ട് പിടിക്കണം കേട്ടോ. ടോർച്ച് ഒരിക്കലും ഉയർത്തി പിടിക്കരുത്, നമ്മൾ ചത്തുപോകും. ഓക്കെ സെറ്റ്. വാ ഇനി വാ ഗൈസ്, ഇത് കൊള്ളാം ഗൈസ്. നമ്മളിപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് റിവൈവ് ചെയ്യുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇനി നേരത്തെ മരിച്ചു വീണ സ്ഥലം മതി. മരിച്ചു മരണപ്പെട്ട് വീണ സ്ഥലം ഇതാണ്ട് ഇവിടെ തന്നെ. ഇവിടെ ഞാൻ മരിച്ചു വീണേ. റെഡ് കീ നോക്ക്. അവരൊന്നും എടുത്തോണ്ടില്ല. അവർക്ക് റെഡ് കീ കൊണ്ടുപോയിട്ട് ഇപ്പം എന്തോ ഞാൻ നിന്റെ അകത്തൂടെ കയറി വേറൊരു വഴി പോയി ഗൈസ്. ഈ സ്പ്രേ ഇല്ലില്ല കുഴപ്പമില്ല നമുക്ക്. റെഡ് കീ ഇവിടെ കാണാൻ പോയി ഞാൻ. അത് തന്നെ റെഡ് കീ ഒന്ന് അടങ്ങാവോ ഒന്നൊന്ന്. നമുക്ക് ഇവിടെ ഈ വഴി ഇങ്ങനെ പോയാൽ പക്ഷെ ഇതെങ്ങനെ ശരിയാവത്തില്ല ഗൈസ്. നമുക്ക് ആ വഴി അങ്ങനെ പോകാം. അല്ല ഈ വഴി അത് തന്നെ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഓക്കെ ഇത് ഇവിടെ നമ്മൾ നേരത്തെ പോയ എങ്ങനെ അല്ലേ വരുന്ന. എൻ്റെ കൂടെ വരുവാണോ? ഓ ഗൈസ് ഇവിടെ അങ്ങാണ്ട് പ്രേതമുണ്ട് ഗൈസ്. ഇവിടെ അങ്ങാണ്ട് പ്രേതം മുമ്പി എൻ്റെ മുമ്പിൽ കുട്ടിപ്പുണ്ടൻ. ടോർച്ചടിച്ച് എന്റെ അടുത്തൂടെ പോയി നേരെ എന്റെ അടുത്തോട്ടാ വരുന്ന. ഞാൻ ടോർച്ച് താരി പിടിച്ചോണ്ട് രക്ഷപ്പെട്ടു. പ്രേതം എവിടെ? നീ എവിടെ? ഇനി അവിടെ തന്നെ ഒന്ന് ഇവിടെ നിന്നാണ് ഇത്ര നേരം പ്രേതം പോയി ഇറങ്ങണം. നമ്മുടെ ടോർച്ച് ബ്ലിങ്ക് നിങ്ങൾ കാണാം. ഇങ്ങനെ ടോർച്ച് ബ്ലിങ്ക് ആവുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് രക്ഷപ്പെടാൻ ഇങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് രക്ഷപ്പെടാം. തീരെ നമ്മള് താഴോട്ട് ടോർച്ചടിച്ചോണ്ട് നമ്മളെ ടോർച്ചിന് പെട്ടെന്ന് കാണുന്നുണ്ടോ ഓടി വരുന്നത്. അത് നമ്മൾ സ്ലെൻഡറീന മോഡലാണ്. നിങ്ങൾ കണ്ടാണ് എൻ്റെ ഫേസ്. ഞാനിവിടെ അതാണ്ട് വാ നേരെ വാ. പ്രേതം മനുഷ്യനെ കൂടെ പേടിപ്പിച്ചു. നീ എവിടെ നിൽക്കുന്നു? പിടിച്ച് പെട്ടെന്ന് ഓടി വാ. നേരെ എന്നോട് കൊല്ലാനോട് പരിപാടിയാണോ? അവിടെ കിടക്കുന്നു ആരാണ്ട് ഒരു ഡെഡ് ബോഡി എന്നും പറഞ്ഞ്. ഇവിടെ നിർത്തോ ചാറായി വരുന്നില്ല. സീറോ മെഡിക്കറ്റ് ഇല്ല. നമ്മുടെ മെഡിക്കറ്റ് എല്ലാം തീർന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ ചാവാറായി ഗൈസ്. ഉപ്പൻ ചാവും. ഞാൻ ചത്ത് ഗൈസ്. നിന്റെ അടുത്ത് പ്രേതം നിൽക്കുന്നു. ഇനിയും ചെയ്യുന്നില്ലേ? കണ്ട ഗൈസ് അതെന്താ ഗെയിം പ്ലേ ആയിപ്പോയി ഗൈസ്. കണ്ട എന്നെ ഈ തള്ളയുടെ മോൻ കണ്ട. ഇങ്ങോട്ടോ അവിടെ ഇല്ല. ഇങ്ങോട്ട് ഇപ്പുറത്തെ വശത്തോട്ട് തിരി. ഇപ്പുറത്തെ വശത്തോട്ട് തിരി. ഇങ്ങോട്ട് വാ. ഇവിടെ നേരെ വാ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് അപ്പൂസ് കൂടെ കൊണ്ട് താണ്ട ഇത് തന്നെ. വാ നേരെ നടന്നു വാ. അവർ നേരെ പോയി. ഈ റൂമിലോട്ട് കയറി. ബാസ്കറ്റ് ബോൾ കോർട്ടിലോട്ട് നമ്മൾ ഇവിടെ കയറിയിട്ടില്ല. ബാസ്കറ്റ് ബോൾ കോർട്ട് എൻ്റെ അകത്തോട്ട് കയറുന്നേ. ബാസ്കറ്റ് ബോൾ കോർട്ട് ഇങ്ങ് വാടി. ബാസ്കറ്റ് ബോൾ കോർട്ട് താണ്ടേ ഇത് വാ. ഇങ്ങോട്ട് വാ. ഈ റൂമിനകത്ത് കയറുന്നത് താണ്ടേ. ഇങ്ങോട്ട് വാ. ആ തള്ളച്ചി പോയേക്കോ. നേരെ അങ്ങോട്ട് പോയല്ലേ. ഇങ്ങോട്ട് വാ. നേരെ വന്നാ രക്ഷപ്പെടാം, അല്ലെങ്കിൽ തീർന്നു. അയ്യോ ബ്ലഡി
പിടിച്ച ഇവിടെ പക്ഷെ അവരില്ലല്ലോ ആ ചേച്ചി. ഓക്കെ തോറ്റു ഗൈസ്. നമ്മള് ചത്തുപോയി. കാരണം കുഴപ്പമില്ല ഗൈസ്. അടുത്ത കളിയിൽ നമ്മൾ സെറ്റ് ആക്കും. ഇപ്പൊ നമ്മള് കളിയൊക്കെ പഠിച്ചു ഗൈസ്. ഇപ്പൊ നമ്മള് കളിയൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മളിനി സ്കൂളിലാണ് ഗൈസ്. നമ്മൾ സ്കൂളിൽ ചെന്നിട്ട് നമ്മളിനി സ്കൂളാണ് ഗൈസ് ഇന്ന് കളിക്കുന്നത്. ഇനി പെട്ടെന്ന് തന്നെ സ്കൂളിൽ പോകാം. സ്കൂള് ഭയങ്കര ഡേഞ്ചറാ. ഈ നമ്മുടെ സ്കൂളിൽ എന്ന് പറയുമ്പം നമ്മൾ സ്കൂളിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റേ അതുണ്ടല്ലേ എന്തുവായിരുന്നു അതിൻ്റെ പേരെന്തുവാടെ? അത് തന്നെ നമ്മളെ പ്രേതം എന്ന് പറയാനാണ് ഇഷ്ടപ്പെട്ടെ. ഈ പ്രേതത്തിന് നമ്മൾ ഈ സ്കൂളിൽ ചെന്ന് പിടിക്കണം. അതായത് നമ്മൾ ടീച്ചറായിരിക്കും പ്രേതം ഗൈസ്. നമ്മൾ അവിടുത്തെ കുട്ടിയല്ല. നമ്മളവിടെ പ്രേതത്തിനെ പിടിക്കാൻ പോകുന്ന ആളായിട്ട് ചെന്ന് പ്രേതത്തിനെല്ലാം തൂക്കി വാരുന്നതായിരിക്കും ഗൈസ്. പ്രേതത്തിനെല്ലാം തൂക്കി കഴിഞ്ഞ് അവിടുത്തെ പ്രേതം അവിടുത്തെ ടീച്ചർ തന്നെ ആയിരിക്കും ചിലപ്പോൾ. അവിടുത്തെ ടീച്ചർ തന്നെ അവിടുത്തെ പ്രേതം. ഗൈസ് നമുക്ക് വന്നിട്ടില്ല ഗൈസ്. ഇവിടെ ഒന്നുകൂടെ ഒന്നുകൂടെ പോയി വന്നിട്ടില്ല ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം. നൈസിന് ഇതിൽ നിന്ന് ബാക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ പിന്നെ കളി കിട്ടത്തില്ല. പാലും വെള്ളത്തിൽ പണി കിട്ടും. കളി കിട്ടത്തില്ല. പാലും വെള്ളത്തിൽ പണി കിട്ടും ഗൈസ്. അതാണ് വേണ്ട ഞാൻ ക്രിയേറ്റ് ചെയ്യാം. സ്കൂള് ഗൈസ് 2 players നെയിം HH. ഇതാണ് ഗൈസ് ദേഷ്യം വരുന്ന പരസ്യം ഗൈസ്. ഈ പരസ്യം വിൻ ക്യാഷ് പ്ലേ ലുഡോ സൂപ്പർ. ഓക്കെ ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. നമ്മൾ ചാവാതിരിക്കാൻ വേണ്ടി, നമ്മൾ സ്കൂളിൽ കയറി ചത്തു പോകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. നിങ്ങളെ ലൈക്ക് ഗൈസ് നമുക്ക് പ്രധാനമാണ് ഗൈസ്. നിങ്ങൾ ലൈക്ക് അടിച്ചാൽ നമ്മളെന്തെങ്കിലും പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഗൈസ് നമ്മൾ തോറ്റു പോകും ഗൈസ്. അതാ പറഞ്ഞത്. ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. എല്ലാവരും വീഡിയോ മാക്സിമം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദി വീഡിയോ ഗൈസ്. ഓക്കെ അപ്പം നമുക്ക് കളി തുടങ്ങാൻ നേരെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. റൂം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഓക്കെ ഗൈസ്. അപ്പം നമ്മൾ കളി ഇവിടെ തുടങ്ങാൻ പോവാണ്. നമ്മൾ സ്കൂളിൻ്റെ വെളിയിൽ വന്ന് നിന്നിട്ടുണ്ട്. ഇനി നമ്മളെ ഗെയിമറും കൂടെ വരണം. ഗെയിമറും കൂടെ വന്നാലേ നമുക്ക് സെറ്റ് ആകത്തുള്ളൂ ഗൈസ്. ടോർച്ചിന് ബാറ്ററി ലെവലുണ്ട് കേട്ടോ. അതെന്തോ നല്ലൊരു കാര്യമാണ്. ഗെയിമറേ വാ. ഓക്കെ ഗൈസ് ഗെയിമർ വന്നിട്ടുണ്ട് ഗൈസ്. ആ ഗെയിമർ കുടിച്ച് കുട്ടപ്പനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വാ പോവാം. ഇതാണ് നമ്മളെ സ്കൂൾ. കണ്ടാ ഊട്ടയൊക്കെ വീണ് കിടക്കുന്നുണ്ടാ? കണ്ടാലേ അറിയാം കിടിലൻ സ്കൂളാണ്. ഊട്ടയൊക്കെ വീണ് സെറ്റായി സ്കൂള്. ഓക്കെ ഗൈസ് ഇതെന്താണ് ഇവിടെ തന്നെ ഫസ്റ്റ് തന്നെ ജയിലൊക്കെ സെറ്റപ്പ് ഉണ്ട് ഗൈസ്. ഇത് കൊള്ളത്തില്ല ഗൈസ്. 2 നിലയല്ലേ? ചത്ത അതിന് ചത്തെന്ന് പറയാൻ വേണ്ടിയായിരിക്കും വിളിച്ചത്. ഇവിടെ ഒരു ഡോറുണ്ട്. നമുക്ക് ഈ ഫസ്റ്റ് ഇവിടുന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഡോർ കീ വേണം ഗൈസ്. ഡോർ കീ ആ കൊള്ളാം. ഐ ആം ഡോർ കീ കണ്ട ഗൈസ്. ഇവിടെ കണ്ട ബുക്കൊക്കെ എടുത്ത് അറ ഇട്ടേക്കുന്നുണ്ട്. ഏതവനാ ഇത് ബുക്കൊക്കെ എടുത്ത് അറ ഇട്ടേക്കുന്നു? ഗെയിമറേ വാ ഗെയിമറ ഇങ്ങോട്ട്. ഓക്കെ ഗൈസ് നമുക്ക് നേരെ പ്രേതത്തിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാം. നമുക്ക് രണ്ടുപേരും 2 വശത്തോട്ട് പോയാലോ? രണ്ടുപേരും 2 വശത്ത് പോയി പ്രേതത്തിനെയൊക്കെ തപ്പിയിട്ട് അണ്ടർഗ്രൗണ്ട് വാ. അണ്ടർഗ്രൗണ്ട് അല്ല ഗൈസ്, വെളിയിലാണ് ഗൈസ്. അവിടെ നിൽക്കണേ. നിന്നല്ലേ ഞാൻ എന്താ വരുന്നു. ഓ ഗൈസ് ഞാൻ താഴെ കൊണ്ടിരിക്കുന്നു. ഓക്കെ ഗൈസ് ഇനി മേളത്തിലേക്ക് പോവാം. മേളത്തെ നേരെ ബാബാ. ഗൈസ് ഇവിടെ ഏത് ടൈപ്പ് പ്രേതമാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഏത് ടൈപ്പ് പ്രേതമാണെങ്കിലും നമ്മൾ പിടിക്കും ഗൈസ് പ്രേതത്തിനെ. ഓക്കെ ഗൈസ് ഇത് നേരെ കളി തുടങ്ങാം. ഇവിടെ ഒരു മാങ്ങയില്ല. പിന്നെ എന്തിനാ ഇതൊക്കെ കെട്ടി വെച്ചേന്നു? വല്ല മാങ്ങയോ തേങ്ങയോ വല്ല എടുത്ത് വെച്ചൂടെ ഇവിടെയൊക്കെ? ഓക്കെ മാങ്ങ തേങ്ങ. ഓക്കെ ഗൈസ് ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഗെയിമറെ സിഗ്നൽ ആവുമ്പം കാണും ഗൈസ്. നമുക്ക് നേരെ പോവാം. അവിടെ
അതോ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് റിവൈവ് ചെയ്തേക്കണേ. അവസാനം പേടിച്ച് മാറി. ഒരു വെട്ടേ റിവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വെട്ടാണെങ്കിൽ ഒരു വട്ടം റിവൈവ് ചെയ്താൽ നമുക്ക് ഇതിലേക്കൂടെ ഇറങ്ങാം. താഴത്തെ നിലയാണോ സിഗ്നൽ കാണിക്കുന്നത്? നമുക്ക് 2 സിഗ്നലും എല്ലാം കിട്ടും. കൈസിന് മേലോട്ട് വേറെ നിലയുണ്ട്. മേലെ നിലയോട്ട് പോവാ. ഏറ്റവും ടോപ്പ് നിലയിലോട്ട് പോവാനേ. ഓക്കെ, എന്നിട്ട് ഏറ്റവും ടോപ്പ് നിലയിലോട്ട് പോവാണ്. എൻ്റെ കൂടെ വാ. നമ്മൾ കുറച്ച് ടോപ്പ് പിടിക്കാൻ പോവാണ് കൈസ്. ടോപ്പ്. വാട്ട് ഈസ് ദിസ്? അവിടെ തുറക്കാൻ പറ്റത്തില്ല. പോവാം. താഴോട്ടിറങ്ങും. ഒരു പ്രേതവും മണ്ണാൻ കട്ടിയില്ല. ഇവിടെ പ്രേതമൊന്നുമില്ല. ഇവിടെ നമ്മൾ ചുമ്മാതാണ്. ഇവിടെ നമ്മൾ വന്നിട്ട് ഇവിടെ പ്രേതത്തിൻ്റെ ഇതൊന്നും കാണുന്നില്ല. ഈ സൗണ്ട് തന്നെ ഇവിടെ പ്രേതമില്ലെന്ന് നമ്മൾ എഴുതി ഒപ്പിട്ടിട്ടുണ്ട് കൈസ്. ഇവിടെ പ്രേതമില്ല കേട്ടോ. ഇതിലെ കൂടെ ഒന്നും നോക്കിയിട്ടൊരു സീനും ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ നമുക്കിപ്പം ഇവിടെ വീട് സെറ്റപ്പൊക്കെയാണ് കൈസ്. ഇപ്പോൾ വീട് സെറ്റപ്പ് കണക്കെ ആയിരിക്കും. ഇതെന്ത് എക്സിറ്റ് ഡോറാ. നമുക്ക് ഇറങ്ങി ഓടാനൊക്കെ ഉള്ള സെറ്റപ്പാണ് കേട്ടോ. അല്ലാതെ വേറെ ഒരു സംഭവം ഇറങ്ങി ഓടാനുള്ള. ഓടിയാൽ നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഓടാൻ രക്ഷപ്പെടാൻ പറ്റത്തില്ല. താഴെ പോകാം കൈസ്. താഴെ പോകാം. ഇവിടെ ഒരു തേങ്ങ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് താഴെ പോകാം. താഴോട്ട് ഇറങ്ങിക്കോ. പൊന്നു ഗെയിമറെ താഴോട്ട് ഇറങ്ങുക. നീ എന്ത് ഇവിടെ ഓക്കെ താഴോട്ട് ഇറങ്ങാൻ പാ. അയ്യോ മേലിലോട്ട് താഴോട്ട് പോകും. ഇറങ്ങി. ഓക്കെ ഗൈസ്, നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പാടേ. ഓ ഗൈസ്, നമുക്ക് ഇതിലേ കൂടെ റിസ്ക് എടുത്ത വഴികളാണ് ഗൈസ്. പ്രേതമൊന്നും ഇല്ലാത്തതുകൊണ്ട് സീനൊന്നുമില്ല. അതിനകത്തൊന്നും തട്ടാതെ വന്നു. ഇല്ല അതുമായിരിക്കും ആരോഗ്യ. ബാസ്കറ്റ് ബോൾ കോർട്ട് ഗൈസ്. ബാസ്കറ്റ് ബോൾ കോർട്ട്. അതെന്തോ നിങ്ങൾക്ക് മനസ്സിലാക്കി ഒന്ന് കമന്റ് ചെയ്യണം. എന്ത് പ്രേതം പോലെ അവനെ പേടിപ്പിച്ച ഞാനങ്ങ് പേടിക്കും. പ്രേതം ഇരിക്കുന്നെങ്കിൽ പ്രേതത്തിൻ്റെ ചോറ് കൊടുക്കും. വാ ഗൈസ്, നമുക്കപ്പം പ്രേതമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു പേടിയില്ല. നമ്മൾ ധൈര്യപൂർവ്വം എന്ത് കഴിച്ചിട്ട്. ഇത് ഫ്യൂസാണ് ഗൈസ്. നമുക്ക് ഫ്യൂസ് കിട്ടി. ഇനി നമുക്ക് ഒളിച്ചിരിക്കാൻ. അല്ല, ഫ്യൂസ് കിട്ടിക്കാൻ എന്തോ ചെയ്യണം. നമ്മൾ ഫ്യൂസ് കിട്ടിക്കാൻ നേരെ പോകണം ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് പോകണം. വേണ്ട, അപ്പം ഇവിടെ നമുക്ക് വല്ല തേങ്ങയും. യെസ്, അതോടെ കയറിക്കോ. ഇവിടെ ഇല്ല. അതോടെ കയറിയില്ലേ? യെസ് ഗൈസ്, കഥ അടച്ച്. നമ്മളെ പ്രേതം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ജാഗ്രത പാലിക്കാം. ഗെയിമറെ ജാഗ്രത ഹേ. ഓക്കെ ഗൈസ്, നമുക്ക് തുറന്നാലോ? തുറന്നാ പൊളിക്കും മോനെ, നല്ലോണം പൊളിക്കും. തുറന്നു ഗൈസ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, കൊള്ളായിരുന്നു. നമുക്കിനി ഇവിടെ കയറി കുറച്ച്. നോ നമുക്ക് ഇവിടെ ഇപ്പം ഇരുന്ന് നമുക്ക് കുറച്ച് കാണാനായിട്ട് പോവാം ഗൈസ്. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ടോയ്ലറ്റിൽ കയറി ഇരിക്കുവാണ് ഗൈസ്. ബാത്റൂം അല്ല, ടോയ്ലറ്റ്. തമ്പുരാനെ, ഓടിക്കൊണ്ടിരിക്കുന്ന ചത്ത്. ഹായ് ബ്രോ, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ. ഓക്കെ ഗൈസ്, ഞാൻ റിവൈവ് ചെയ്യുവാണ് ഗൈസ് ഗെയിമറിനെ. ഗെയിമർ കണ്ട ഫസ്റ്റ് ആണ് ഞാൻ പറഞ്ഞ് മര്യാദയ്ക്ക് ഓടുന്നു. അവിടെ വാതിൽ തന്നെ നിൽക്കുക. ചാരി ആറ്റിറ്റ്യൂഡ് വിട്ട്. പ്രേതം അത് തലയെ പിടിച്ചിട്ടിടുക. കിടക്കുന്ന കിടപ്പ് കണ്ട. ഓക്കെ, റിവൈവ് ചെയ്യണം. വീണ്ടും ചത്ത. എണീറ്റ് ഉടനെ വീണ്ടും ചത്ത ഗൈസ്. തീർന്നു. ഹായ് ബ്രോ, ചത്ത ഗൈസ്.
അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒന്നും അല്ല ഗൈസ്. അത്യാവശ്യം നമ്മൾ ഒരു സ്കൂളും ഒരു ഹോസ്പിറ്റലും കളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. പർച്ചേസിങ് ആഡ്സ്, പർച്ചേസിങ് എനിത്തിങ് ഇൻ ഷോപ്പ് ഓക്കെ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഗൈസ്. അതേപോലെ നമ്മളെ ഇനി അടുത്തുള്ള കിടിലം വീഡിയോസ് അങ്ങോട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് അടിക്കുക ഗൈസ്. അതേപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് അടിച്ചിട്ട് നമ്മളെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അടിച്ച് പൊടിക്കുക. എന്നാലേ നമ്മളെ ആ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കിട്ടത്തുള്ളൂ. നമ്മളെ പുതിയ വീഡിയോസ് ഇനി അങ്ങോട്ട് വരുന്നു. അപ്പം ആ വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ വീഡിയോ അത് തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. അപ്പം ഇഷ്യൂ ഗെയിം ലോക്കർ ആൻഡ് ഹാദിയ ഗെയിമർ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞേ. ബൈ. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് യുവർ ഗെയിം ലോക്കർ സൈനിങ് ഔട്ട്.